സിവിൽ സർവീസസ് പരീക്ഷയിൽ കേരളത്തിന്റെ അഭിമാനമായി ഫോർച്യൂൺ IAS അക്കാദമി. ദേശീയതലത്തിൽ 2ാം റാങ്ക് നേടിയ ഹർഷിത ഗോയൽ, 5ാം റാങ്ക് നേടിയ ആകാശ് ഗാർഗ് ഉൾപ്പെടെ 80ഓളം പേർ അക്കാദമിയിൽ നിന്ന് ഇക്കൊല്ലം റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചു. 5 മലയാളികളടക്കം 15 പേരാണ് ആദ്യ 100 റാങ്കിൽ ഉൾപ്പെട്ടത്. ദേശീയതലത്തിൽ 2ാം റാങ്ക് നേടിയ ഹർഷിത ഗോയൽ, 5ാം റാങ്ക് നേടിയ ആകാശ് ഗാർഗ് ഉൾപ്പെടെ ഇത്തവണ റാങ്ക് പട്ടികയിൽ ഇടം നേടിയത് 70 പേർ. ഇത് 11th ഇയറാണ് ഞങ്ങളുടെ ഫോർച്യൂണിൻ്റെ. 2014 ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ 11th ഇയറിലും 10th ഇയറിലെല്ലാം നല്ല റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ. ഇപ്പോൾ നന്ദനയാണെങ്കിലും ഗംഗയാണെങ്കിലും സോണിൻ്റെ ഇപ്പോൾ ഇല്ല, നാളെ വരത്തേ ഉള്ളൂ. ഹാപ്പി അച്ചീവ്മെൻ്റ് ആണ്, കാരണം എല്ലാം ഡയറക്റ്റ് റിസൾട്ട്സ് ആണ്, ഞങ്ങളുടെ ക്ലാസ് റൂം സ്റ്റുഡൻസ് ആണ്. സോ വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. വളരെ നല്ലതാണ്. ദേശീയ തലത്തിൽ ഒരു 70 റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അല്ല, നമ്മുടെ അവിടെ നിന്ന് തന്നെ ഒരു 40 കൂടുതൽ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. പഠന രീതി നല്ലതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഇത്ര റാങ്ക്സ് കിട്ടുന്നത്. പിന്നെ കുട്ടികളുടെ ആ ഒരു കഴിവും അവരുടെ ഹാർഡ് വർക്കും, ദാറ്റ്സ് ഓൾ. വി ആർ ഹിയർ ടു ഹെൽപ് ദം ഔട്ട്, ദാറ്റ്സ് ഓൾ. 45ാം റാങ്ക് നേടിയ മാളവിക ജി നായർ, 47ാം റാങ്ക് നേടിയ നന്ദന തുടങ്ങി റാങ്ക് ലിസ്റ്റിലെ മലയാളി തിളക്കത്തിനും ഫോർച്യൂൺ അക്കാദമി അടിത്തറ പാകി. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഫോർച്യൂണായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2020 ഇവരുടെ കോളേജ് ഗോയിങ് ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നു. പക്ഷേ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് 2022 കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ശേഷമാണ്. ഇവിടുത്തെ PCM ബാച്ചിലാണ് പഠിച്ചത്. മെയ് ബാച്ചായിരുന്നു. ക്ലാസ്സസും ക്ലാസ് നോട്ട്സും ടെസ്റ്റുകളും എല്ലാ സ്റ്റേജിലും ഇവിടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്തും പ്രാക്ടീസ് ചെയ്തും മുന്നോട്ട് വരാൻ കഴിയും ഹാർഡ് വർക്കിലൂടെ എന്നാണ് ഞാൻ കരുതുന്നത്. 11 വർഷത്തിനിടയിൽ 440-ലധികം വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെന്ന നേട്ടവും സ്വന്തമാക്കുന്നു ഫോർച്യൂൺ സിവിൽ സർവീസ് അക്കാദമി. 24 തിരുവനന്തപുരം.